വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം പ്രിറ്റി മിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ഓണം എക്സാം ഒക്കെ അടിച്ച് പൊളിച്ച് തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇതാ വലിയൊരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് മിസ് ഇന്ന് നിങ്ങളെ കാണാൻ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമുക്കറിയാം ഇനി അടുത്ത ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട എക്സാംസുകളൊക്കെ വരാൻ പോവുകയാണ്. അതിൽ കെമിസ്ട്രിയും അതുപോലെ ബയോളജിയും ഒരു ദിവസമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ ഒരു ദിവസത്തെ ബയോളജിയിൽ 40 മാർക്കും സെറ്റാക്കി തരാനാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ മക്കളും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതുമാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 3 ചാപ്റ്ററിൽ. നമുക്കറിയാം 3 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 3 ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100% ഷുവർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ അനുസരിച്ച് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ബയോളജിക്ക് 40 സെറ്റാക്കാൻ പക്കാക്കാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. മാക്സിമം എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. കാരണം അത്രയും എളുപ്പത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ റെഡി ആണെങ്കിൽ A+ ഷുവർ ക്വസ്റ്റ്യൻ കിട്ടാൻ റെഡി ആണെങ്കിൽ, ഏത് ലെവലിലെ കുട്ടികളാണെങ്കിലും നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഹോർമോൺ ഗിവൺ ബിലോ ഈസ് ബീൻ എൻറ്റേർഡ് ഇൻ ടു സെൽസ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് എനർജി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ പ്രൊഡക്ഷൻ ഓഫ് എനർജിയിലെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനാണ് ചുവടെ തന്നിരിക്കുന്നവയിൽ ഊർജ്ജോൽപാദനവുമായി ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഏതാണ് സെല്ലിലേക്ക് ഗ്ലൂക്കോസിനെ എത്തിക്കുന്ന ഹോർമോൺ എന്നാണ്. താഴത്തെ ഓപ്ഷൻ പെട്ടെന്ന് തന്നെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകൂ അല്ലേ? ഗ്ലൂക്കഗോൺ ആണോ, തൈറോക്സിൻ ആണോ, ട്രോപ്പിക് ഹോർമോൺ ആണോ, ഇൻസുലിൻ ആണോ? ഇതിൽ ഗ്ലൂക്കഗോണും ഇൻസുലിനുമാണ് നമുക്കറിയാം ഗ്ലൂക്കോസിനെ കൺവേർട്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസിനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ പഠിക്കുന്ന 2 ഹോർമോൺ. പക്ഷെ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം, ഗ്ലൂക്കോസിനെ സെല്ലിലേക്കാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്ലൂക്കോസിനെ സെല്ലിലേക്ക് കൊണ്ടെത്തിക്കുന്നത്, അതും എനർജി പ്രൊഡക്ഷന് വേണ്ടി ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസിനെ സെല്ലിലേക്ക് എത്തിക്കുന്ന ഹോർമോൺ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ആരാണ് അത് വരിക? വേറെ ആരുമല്ല, നമ്മുടെ ഇൻസുലിനാണ്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻസുലിനാണ്. ഇതുപോലെ ഓപ്ഷൻ തന്നിട്ട് 1 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. രണ്ടാമത്തെ നോക്കാം. ചൂസ് ദ സ്റ്റേറ്റ്മെന്റ് നോട്ട് റിലേറ്റഡ് ടു പാരാത്തോർമോൺ. 3ാമത്തെ പാഠത്തിൽ നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പാരാത്തോർമോണുമായി ബന്ധപ്പെടാത്തത്, നോട്ട് ബന്ധപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. പാരാത്തോർമോണുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഏതാണെന്നാണ്. പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. നമ്മൾ പറഞ്ഞതാണ് പാരാത്തോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. ആക്ട് ആൻറ്റഗോണിസ്റ്റ് ടു കാൽസിറ്റോണിൻ, സ്റ്റോർസ് കാൽസ്യം ഇൻ ബോൺസ്, ഇൻക്രീസ് ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്. അല്ലേ? കാൽസിറ്റോണിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നു, രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടുന്നു. പാരാത്തോർമോൺ എന്താ ചെയ്യുന്നത്? രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇൻക്രീസ് ദ ലെവൽ ഓഫ് കാൽഷ്യം ആണ്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ പോവോ? ഇല്ല. അപ്പം ഇവിടെ നോട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് ഏതാണ്? സ്റ്റോർസ് കാൽഷ്യം ഇൻ ബോൺസ്, അസ്ഥികളിൽ കാൽഷ്യം സംഭരിക്കുന്നതാണ്. അത് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കാൽസിറ്റോണിൻ എന്ന ഹോർമോണാണ്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ബ്ലഡിൽ ഈ ഒരു കൗണ്ട് കൂട്ടുന്ന ആരാണ്? പാരാത്തോർമോണും. അതിന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, കുറച്ചുകൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആരാണ്? കാൽസിറ്റോണുമാണ്. അത് ഇവിടെ നിന്ന് തന്നെ പഠിച്ചിട്ട് പോവാം. 3ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ ഇസ് റിലേറ്റഡ് ടു തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റിലേറ്റഡ് ആണ് ചോദിച്ചത്. ഏതാണ്? മെയിൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ദറ്റ് കൺട്രോൾ ദ മെറ്റബോളിക് ആക്ടിവിറ്റീസ്. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ ഗ്രന്ഥിയാണോ? ആണോ? അതുപോലെ ഗ്ലാൻഡ് വിച്ച് ഇൻക്രീസ് ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്, കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടുന്ന അല്ല. അത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. മെയിൻറ്റെയിൻ സോൾട്ട് വാട്ടർ ലെവൽ, നമ്മുടെ ശരീരത്തിൽ സോൾട്ട് വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആണോ? തൈറോയിഡ് ഗ്ലാൻഡ് അല്ല. കൺട്രോൾ അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്, മറ്റ് ഗ്ലാൻഡുകളെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം ഇവിടെ ആരാണ്? ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ കാണുന്ന മെയിൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ദറ്റ് കൺട്രോൾ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആണ് അല്ലേ? ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ ഗ്രന്ഥിയാണ് ആര്? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥി. അപ്പം ഷുവറായിട്ട് പഠിച്ചു വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ബന്ധം മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. ഏതാണ്? പ്ലനേറിയ ഐസ്പോട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. പ്ലനേറിയ ഐസ്പോട്ട് ആണെങ്കിൽ ഈച്ച, ഹൗസ് ഫ്ലൈ എന്ന് പറയുന്നത് ഏതാ മക്കളെ? ഒമെറ്റിഡി ആണ്. നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഒമെറ്റിഡി ആണ് ഈച്ചയുടെ പ്രത്യേകമായിട്ടുള്ള അവരുടെ ഒരു സെൻസ് ഓർഗനായിട്ട് നമ്മൾ പറയുന്നത്. കണ്ണിന് അല്ലെങ്കിൽ റൈറ്റ് റിസപ്റ്റേഴ്സ് കാണുന്ന ഒമെറ്റിഡിയാണ്. അതുപോലെ തന്നെ
താഴെ ഇത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ലാറ്ററൽ ലൈൻ ആണോ, ജേക്കബ്സൺസ് ഓർഗൻ ആണോ, ഒമറ്റിഡി ആണോ, ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണോ എന്ന്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഒമറ്റിഡി ആണ്. കാരണം ഈ ഹൗസ് ഫ്ലൈയിൽ വരുന്നത് ഒമറ്റിഡി ആണ്. പ്ലനേറിയയിൽ ഏതാണ്? ഐസ്പോട്ട് ആണ്. എല്ലാം ഇതുപോലെ തന്നെ പഠിച്ചു പോവാം. അടുത്തത് വാട്ട് ഈസ് എക്സ് ആൻഡ് വൈ? നമ്മുടെ ഇന്റേണൽ ഇയർ ആന്തരകരണത്തിൻ്റെ ഭാഗമാണ് തന്നിട്ടുള്ളത്. ആ ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, എക്സ് വൈ ഏതാണെന്ന് കണ്ടെത്തണം. എങ്ങനെ നമുക്ക് എക്സ് വൈ കണ്ടെത്താം? ഇവിടെ ഇതാ എക്സ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കോക്ലിയുടെ അവിടുന്ന് പോകുന്ന നെർവാണ്. അതെന്താണ്? ഓഡിറ്ററി നെർവാണ്, അല്ലെങ്കിൽ ശ്രവണ നാഡിയാണ് അല്ലേ. വൈ എന്ന് പറയുന്നത് എന്താ മക്കളെ? കോക്ലിയയാണ്. വൈ എന്ന് പറയുന്നത് എന്താണ്? കോക്ലിയയുമാണ്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതാണ്? എക്സ് ശ്രവണ നാഡി, വൈ കോക്ലിയ. എക്സ് ഓഡിറ്ററി നെർവും വൈ കോക്ലിയുമാണ്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ മനസ്സിലായല്ലോ. ഇതുപോലെ ചിത്രം തന്നിട്ടും 2 മാർക്കിനും 3 മാർക്കിനും ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പം 4 മാർക്കിൽ മാത്രമേ ഡയഗ്രാം വരൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. 2 മാർക്കിനും 3 മാർക്കിനും ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഡയഗ്രാം വന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അടുത്തത് വീണ്ടും ഇതാ ഐഡന്റിഫൈ എക്സ്. തന്നിട്ടുള്ള ചിത്രത്തിൽ നിന്നും എക്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഏത് ഭാഗമാണ്? പെട്ടെന്ന് നിങ്ങൾ ഓർക്കുമ്പോൾ സ്പൈനൽ കോഡ് കാണുന്നുണ്ട്. അപ്പോൾ സ്പൈനൽ കോഡിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏതു ഭാഗമാണ്? നമ്മുടെ റിഫ്ലക്സ് ആക്ഷൻ്റെ റിഫ്ലക്സ് ആർക്ക് കാണിക്കുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ. റിഫ്ലക്സ് ആർക്ക് കാണിക്കുന്ന ചിത്രമാണ്. അത് മാറിപ്പോരുത്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഏതാണ്? എക്സ് എന്ന് പറയുന്നത് ഇന്റർ ന്യൂറോൺ ആണ് അല്ലേ. ആ ഒരു മെസ്സേജസിനെ സ്വീകരിക്കാനും കൊടുക്കാനും കഴിയുന്ന പ്രധാനപ്പെട്ട സ്പൈനൽ കോഡിൽ കാണുന്ന ഒരു ന്യൂറോൺ ആണ് എന്ത്? ഇന്റർ ന്യൂറോൺ. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഇന്റർ ന്യൂറോൺ ആണ്. അടുത്തത് എക്സ് കൺട്രോൾ ഓവ്യുലേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ. വൈ കൺട്രോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, അതായത് ചേഞ്ച് ഇൻ വോയിസ്, ഗ്രോത്ത് ഓഫ് ഹെയർ, ഡെവലപ്മെന്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആൻഡ് സ്പേം പ്രൊഡക്ഷൻ. എക്സ് എന്ന് പറയുന്നത് അണ്ടോൽപാദനം, ആർത്തവ ചക്രം, അതുപോലെ ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ എന്നിവയുടെ നിയന്ത്രണമാണെന്ന് പറയുന്നു. വൈ എന്ന് പറയുന്നത് ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, ശബ്ദമാറ്റം, രോമവളർച്ച, ലൈംഗികങ്ങളുടെ വളർച്ച, ബീജോൽപാദനം. അപ്പോൾ വൈ നമുക്കറിയാം അല്ലേ, പുരുഷ ഹോർമോൺ ആണ്. ഇവിടെ പുരുഷ ഹോർമോൺ എന്ന് പറയുന്നത് ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ആദ്യം പറഞ്ഞിട്ടുള്ളതിൽ 2 ഹോർമോൺ അത് നമ്മൾ പഠിക്കുന്നത്, പ്രൊജസ്ട്രോണും ഈസ്ട്രജനും. അപ്പോൾ ഫീമെയിൽസിൽ ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ 2 എണ്ണം ഉണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞത് ഏതാണ്? ഓവുലേഷൻ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ അണ്ടോൽപാദനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത്, അതുപോലെ മെൻസ്ട്രൽ സൈക്കിൾ ആർത്തവ ചക്രത്തിനും അതുപോലെ എംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ ഭ്രൂണ വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്ന ആരാണ്? പ്രൊജസ്ട്രോൺ ആണ്. പ്രൊജസ്ട്രോൺ ആണ്. അപ്പം കറക്റ്റ് ഓപ്ഷൻ ഓർക്കണം. എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും, എക്സ് എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണാണ്, വൈ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണാണ്. സെറ്റാണല്ലോ. ഓക്കെ, അപ്പോൾ ഹോർമോൺസ് പഠിച്ചു. അടുത്ത നോക്കിക്കുക മക്കളെ, കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. തൈറോയിഡ് ഗ്ലാൻഡ് തന്നിട്ടുണ്ട്. തൈറോയിഡ് ഗ്ലാൻഡ് തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ട് താഴേക്ക് BCD എന്നും പറഞ്ഞൊരു ഫ്ലോ ചാർട്ടാണ് തന്നിട്ടുള്ളത്. അപ്പം തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഈ പറയുന്ന ഫങ്ഷൻസ്, അതായത് ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുന്നു, ഇൻക്രീസ് എനർജി പ്രൊഡക്ഷന് പ്രധാന റോള് വഹിക്കുന്ന തൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ തൈറോക്സിൻ ആണ്. അപ്പം ഗ്ലാൻഡിൻ്റെ താഴെ എന്ന് പറയുന്നത് തൈറോക്സിൻ ആണ്. താഴെ BCD എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഫങ്ഷൻസ് ആണ്. നമ്മൾ 4 ഫങ്ഷൻസ് അവിടെ പഠിക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? ഇൻക്രീസസ് എനർജി പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ റേസസ് ദ റേറ്റ് ഓഫ് മെറ്റബോളിസം അല്ലേ. മെറ്റബോളിസത്തിൻ്റെ റേറ്റ് കൂട്ടുന്നു, ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നത് തൈറോക്സിൻ ആണ്. അതുപോലെ ആക്സലറേറ്റ് ദ ഗ്രോത്ത് ഡെവലപ്മെന്റ് ഓഫ് ബ്രെയിൻ ഇൻ ദ ഫീറ്റൽ സ്റ്റേജ് അല്ലേ. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ച ത്വരിതപ്പെടുത്തുന്നതും ആരാണ്? തൈറോക്സിൻ ആണ്. അടുത്തത് എന്താ? റെഗുലേറ്റ് ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ, കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കാനും സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ ഈ ഒരു തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോണാണ്. അപ്പോൾ ഇതുപോലെ ഫ്ലോ ചാർട്ട് വെച്ചിട്ടും ഹോർമോൺസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അടുത്തത് അറേഞ്ച് കോളം B and C ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഡാറ്റ ഓഫ് കോളം A. അപ്പോൾ ABC തന്നിട്ടുണ്ട്, പ്രോപ്പറായിട്ട് മാച്ച് ചെയ്യാനാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമുക്കിവിടെ ജെംസ് കൊടുത്തിട്ടുണ്ട്. അൽഡോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാ മക്കളെ? അൽഡോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രീനൽ ഗ്രന്ഥിയാണ്. അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്?
മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷറാണ്, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആൽഡോസ്റ്റെറോൺ ആണ്. അതുപോലെ പ്രൊലാക്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അവരെന്ത് ചെയ്യുന്നു? മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ. അല്ലെങ്കിൽ മുലപ്പാൽ ഉൽപ്പാദനം നടത്തുന്നത് ആരാണ്? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഇനി പ്രൊജസ്ട്രോൺ എന്ത് ചെയ്യുന്നു? പ്രൊജസ്ട്രോൺ ആണ് എന്ത് ചെയ്യുന്നത്? ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ്. അതാണ് ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ. നമ്മൾ ഇപ്പം തന്നെ കണ്ടതാണ്. പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? അണ്ഡാശയമാണ്. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നു. അപ്പം ഇതുപോലെ ഓരോ ഹോർമോണും അതിൻ്റെ ഫംഗ്ഷനും പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോർമോൺസും അതിൻ്റെ ഫംഗ്ഷൻസും. അടുത്തത് വീണ്ടും ഒരു ടേബിളാണ് നോക്കാം. ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഓരോ ഹോർമോണിൻ്റെ ഡിഫക്റ്റും അതിൻ്റെ റീസൺ, കാരണവും അതിൻ്റെ സിംറ്റംസ്, ലക്ഷണങ്ങളുമാണ് തന്നിട്ടുള്ളത്. ഡയബറ്റിസ് ഇൻസിപ്പിഡസിൻ്റെ പ്രധാന കാരണം എന്താണ്? നമ്മൾ പറഞ്ഞതാണ് അല്ലേ. വാസോപ്രസിനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഡിക്രീസസ്. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ തിരിച്ച് ജലത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് കുറയുന്നു. അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, വാസോപ്രസിൻ ഡിക്രീസ് ചെയ്യുമ്പോൾ, കുറയുമ്പോൾ. അതുപോലെ ഇതാ ബി, അക്രോമെഗലി എന്ന് പറയുന്നത് ഏത് കാരണം കൊണ്ട്, അല്ലെങ്കിൽ എന്ത് ഹോർമോണിൻ്റെ കുറവ് കൊണ്ടാണ്? അക്രോമെഗലി എന്ന് പറയുന്നത് കുറവല്ല, കൂടുതലാണ് അല്ലേ. അക്രോമെഗലി എന്ന് പറഞ്ഞാൽ എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ആഫ്റ്റർ ദ ഗ്രോത്ത് ഫേസ്. വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടുന്ന രോഗം, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ എന്തു പറയുന്നത്? സൊമാറ്റോട്രോപ്പിൻ്റെ അമിതമായ ഉൽപ്പാദനമാണ് അക്രോമെഗലിക്ക് കാരണം. അതിൻ്റെ സിംറ്റംസ് എന്താ? ഗ്രോത്ത് ഓഫ് ബോൺസ് ഓൺ ഫേസ്, ജോസ്, ഫിംഗേഴ്സ്. നമ്മുടെ മുഖത്തും വിരലുകളിലും ഒക്കെ താടിയിലൊക്കെ എന്തെന്നു അസ്ഥി വളർച്ച ഉണ്ടാവുന്നു. അതാണ് എന്ത്? അക്രോമെഗലിൻ്റെ സിംറ്റം എന്ന് പറയുന്നത്. അടുത്തതോ ഏതാണ് ഹോർമോൺ ഡിഫക്റ്റ് എന്നാണ്? പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഡിക്രീസസ് ഡ്യൂറിങ് ഗ്രോത്ത് ഫേസ്. വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കുറയുന്നു. റിട്ടാർഡഡ് ഗ്രോത്ത് ആണ്, വളർച്ച മുരടിക്കുന്നു. ഈ ഒരു അവസ്ഥയെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഡ്വാർഫിസം അല്ലെങ്കിൽ വാമനത്വം. അവിടെയൊക്കെയുള്ള ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഷുവർ ക്വസ്റ്റ്യൻ ഉറപ്പാട്ടോ. ഇതെന്തായാലും പഠിച്ചു വെച്ചോളാം. അടുത്തത് അനലൈസ് ഓഫ് വേർഡ് പേ റിലേഷൻ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് റിലേറ്റ് ചെയ്തിട്ടാണ്. മെയിൻ്റെനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ് നമുക്കറിയാം ആരാണ്? ഹൈപ്പോ തലാമസ് ആണ് അല്ലേ. നമ്മുടെ ഈ ഒരു ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആന്തര സമസ്ഥിതി പാലിക്കുന്നത് ആരാ മക്കളെ? നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ്. അങ്ങനെയാണെങ്കിൽ ശരീരത്തുള്ള നില പാലിക്കുന്നത് മറ്റാരുമല്ല, സെറിബെല്ലം അല്ലേ. ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെറിബെല്ലമാണ്. ഇനി മൈലിൻ ഷീത്ത് ഇൻ ദ നെർവ്സ്. മൈലിൻ ഷീത്ത് ഇൻ നെർവ്സ്, നാഡികളിലെ മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ശ്വാൻ കോശം വെച്ച്, ശ്വാൻ സെൽ വെച്ചാണ്. അങ്ങനെയാണെങ്കിൽ മസ്തിഷ്കത്തിലെ മൈലിൻ ഷീത്ത്, നമ്മുടെ ബ്രെയിനിലുള്ള മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്ന വേറെ ആരുമല്ല, ഒളിഗോഡെൻഡ്രോസൈറ്റ് വെച്ചിട്ടാണ്. ഒളിഗോഡെൻഡ്രോസൈറ്റ് സെല്ലുകൾ വെച്ചിട്ടാണ്. മൂന്നാമത്തേതോ ഇന്നബിലിറ്റി ടു ഡു റുട്ടീൻ വർക്ക് അല്ലെ. ദിനചര്യമായിട്ട് നടത്തുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതാവുക. അതിനെയാണ് നമ്മൾ അൽഷൈമർ എന്ന് പറയുന്നത്. ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം മൗത്ത് അല്ലെ, വായിൽ നിന്ന് നുരയും പതയും വരുന്ന രോഗത്തിനെയാണ് നമ്മൾ എപ്പിലെപ്സി എന്നും പറയുന്നത്. അപ്പോൾ രോഗങ്ങൾ അവിടെ പഠിക്കേണ്ടതാണ്. ആ ടേബിളും മസ്റ്റാണ്. 3 രോഗത്തിൽ നിന്ന് ഒന്നെങ്കിൽ ടേബിളായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ വേർഡ് പേ റിലേഷൻഷിപ്പ് ചോദ്യം വരുന്നതാണ്. അടുത്തത് റീഡ്രോ ദ ഡയഗ്രാം, ഐഡൻറ്റിഫൈ ആൻഡ് ലേബിൾ ദ പാർട്സ് ഗിവൻ ബിലോ ആണ് കേട്ടോ. ചിത്രം പകർത്തി വരയ്ക്കണം, എന്നിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്തണം. അപ്പോൾ പാർട്ട് ത്രൂ വിച്ച് സെൻസറി ഇമ്പൾസസ് റീച്ച് ദ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിലേക്ക് മെസ്സേജസ് കൊണ്ടുപോകുന്നത് ആരാണ്? സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. ആവേഗങ്ങളെ കൊണ്ടുപോകുന്നത് ആരാണ്? ചിത്രം വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഈ ഒരു ചിത്രം ഇതുപോലെ ഒരു വട്ടത്തിൽ ഇങ്ങനെ വരച്ചിട്ട്, ഓ മൈ ഗോഡ്, ഈ ഒരു ഷേപ്പിൽ ഏകദേശം ഒന്ന് വന്നാൽ മതി. എന്നിട്ട് അവിടുന്ന് 2 റൂട്ട് ഇങ്ങനെ വരയ്ക്കുക. അതുപോലെ ഇപ്പുറത്തൊന്നും ഒരു റൂട്ട് ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ. ഏകദേശം ആ ഒരു രീതിയിൽ എന്ത് ചെയ്താൽ മതി, ഒരു റഫ് ഫിഗർ. പക്ഷെ വൃത്തിയിൽ വരയ്ക്കാൻ നോക്കുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് എന്ത് ചെയ്യുക? അടയാളപ്പെടുത്തുക. എ എന്ന് പറയുന്നത് ഏതാ മക്കളെ? ഡോർസൽ റൂട്ടാണ് അല്ലേ. നമ്മുടെ സെൻസറി അല്ലെങ്കിൽ ന്യൂറോൺ കൊണ്ടുപോകുന്ന സംവേദ ആവേഗങ്ങൾ കൊണ്ടുപോകുന്നത് സ്പൈനൽ കോഡിലെ ഡോർസൽ റൂട്ടാണ്. ഇനി പാർട്ട് ത്രൂ വിച്ച് മോട്ടോർ ഇമ്പൾസസ് ഗോ ഔട്ട് ഓഫ് സ്പൈനൽ കോഡ്, പ്രേരക ആവേഗങ്ങൾ കൊണ്ടുപോകുന്നത് ആരാണ്? ബി, വെൻട്രൽ റൂട്ടാണ്. പിന്നെ പാർട്ട് ഫിൽഡ് വിത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, സെറിബ്രോ സ്പൈനൽ ദ്രവം നിറഞ്ഞ ഭാഗം എന്ന് പറയുന്ന സി, നമ്മുടെ ഈ സെൻട്രലിൽ കാണുന്ന കനാൽ അല്ലേ, അതിനാണ് സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഭാഗം വരയ്ക്കുക, സമയമെടുത്ത് വൃത്തി വരയ്ക്കാൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കരുത്, വരയ്ക്കാനുള്ള സമയമൊക്കെ മിനിമം ആണ്, എങ്കിലും നല്ല വൃത്തി വരയ്ക്കുക, ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക.
അടുത്തത് അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൻ ബിലോ ടാബുലേറ്റ് ദം ഗിവിംഗ് സ്യൂട്ടബിൾ ടൈറ്റിലാണ്. ഓരോന്നിനെയും കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ടേബിൾ ആക്കിയിട്ട് ഓരോന്നിനെ പോയിന്റ് ആക്കണം. തന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാകുമല്ലോ ഏത് സിസ്റ്റത്തെ പറ്റിയിട്ടാണ് ഈ പറയുന്നതെന്ന്. നമ്മൾ പറയുന്നതാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ നടക്കുന്ന വ്യത്യസ്ത മാറ്റങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മളങ്ങോട്ട് ടേബിൾ ആക്കിയാൽ മതി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രക്കിയ എക്സ്പാൻഡ് ചെയ്യുന്നു, ഹാർട്ട് ബീറ്റ് ബിക്കം നോർമൽ, രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പത്തറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ സിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് എഴുതാം. എന്നിട്ട് അവിടെ നമുക്ക് എഴുതാം ട്രക്കിയ എക്സ്പാൻഡ്, ശ്വാസനാളം എന്ത് ചെയ്യുന്നു, വികസിക്കുന്നു. പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഇൻക്രീസ് ചെയ്യുന്നു. ഹോർമോൺ കൂടുന്ന എപ്പോഴാണ്, സിമ്പത്തറ്റിക് വ്യവസ്ഥയാകുമ്പോൾ അല്ലേ, നമ്മൾ ടെൻഷൻ ആകുമ്പോൾ പേടിയാവുന്ന സമയത്താണ്. അതുപോലെ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആവുന്ന എനർജി ഉണ്ടാക്കാൻ വേണ്ടി ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതും സിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ ഭാഗമാണ്. പിന്നീട് അത് നോർമൽ ആവുന്ന കണ്ടീഷനിലാണ് എന്ത് നടക്കുന്നത്, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. അപ്പോൾ ഹാർട്ട് ബീറ്റ് നോർമൽ ആവുന്നു, ഹൃദയമെടുപ്പ് സാധാരണ നിലയിലാവുന്നു, യൂറിനറി ബ്ലാഡർ കോൺട്രാക്ട് ചെയ്യുന്നു, മൂത്രാശയം ചുരുങ്ങുന്നു, പ്രൊഡക്ഷൻ ഓഫ് സെലൈവ ഇൻക്രീസസ്, ഉമിനീർ ഉൽപാദനം കൂടുന്നു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യണം, ടേബിൾ ആക്കാൻ ശ്രദ്ധിക്കാം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗറുകളാണ്. കോപ്പി ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നോക്കുക, ഇതും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് വരാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിത്രമാണ്. ഐഡൻറ്റിഫൈ ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് റൈറ്റ് ഫംഗ്ഷൻ. ഐഡൻറ്റിഫൈ എ, ബി ആൻഡ് സി, റൈറ്റ് ദെയർ ഫംഗ്ഷൻ, നെയിം ദ കെമിക്കൽ സബ്സ്റ്റൻസ്. ഇവിടെ മക്കളെ നോക്കിക്കേ, എ എന്ന് പറയുന്നത് എന്താണ്, സിനാപ്റ്റിക് നോബാണ്. എ എന്ന് പറയുന്നത് എന്താണ്, സിനാപ്റ്റിക് നോബാണ്. യെസ്. ബി എന്ന് പറയുന്നതോ നമ്മുടെ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റ് ആണ് അല്ലേ, തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് ആണ്. സി എന്ന് പറയുന്നത് നമ്മുടെ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ആണ്. സിനാപ്റ്റിക് ക്ലെഫ്റ്റ് അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ എന്ത് പറയാം, സിനാപ്റ്റിക് വിടവ് എന്ന് പറയാം അല്ലേ. അപ്പോൾ 3 ഭാഗങ്ങളും കറക്റ്റായിട്ട് തന്നെ നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ എ, ബി ആൻഡ് സി. എന്നിട്ട് എന്ത് ചെയ്യണം, റൈറ്റ് ദെയർ ഫംഗ്ഷൻ അല്ലേ. ഇവിടെ തന്നിട്ടുള്ളത് ഏത് ഫിഗറാണ്, ഇവിടെ തന്നിട്ടുള്ളത് നമുക്കറിയാം, എ എന്ന് പറയുന്നത് സിനാപ്സ് ആണ് അല്ലേ. സിനാപ്സ് ആണ് മക്കളെ, സിനാപ്സ്. സിനാപ്സ് എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്, ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇലക്ട്രിക് സിഗ്നൽ അല്ലെങ്കിൽ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആവേഗങ്ങളെ എന്ത് ചെയ്യാനാണ്, ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ഈ ഒരു സിനാപ്സ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എ ബി സി നമ്മൾ ഇതാ ബി ക്വസ്റ്റ്യൻ ആൻസർ മാർക്ക് ചെയ്തു. നെയിം ദ കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് സെക്രീറ്റഡ് ടു സി, ഗിവ് 2 എക്സാമ്പിൾസ് ഫോർ ദിസ് കെമിക്കൽ സബ്സ്റ്റൻസസ്. ഇതെന്താ മക്കളെ, ഇതാരാണ്, ആദ്യം നമ്മൾ പറഞ്ഞു ഇത് സിനാപ്സ് ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. സിനാപ്സിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. എന്താണ് സിനാപ്സിൻ്റെ ഫംഗ്ഷൻ, സ്റ്റിമുലേറ്റ് അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റ് ഓഫ് സെൽ ആൻഡ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസസ് ആർ ജനറേറ്റഡ്. വൈദ്യുത ആവേഗങ്ങളെ ഉണ്ടാക്കി അതിനെ എന്ത് ചെയ്യുന്നു, തൊട്ടടുത്ത ന്യൂറോണിലേക്ക് കൊടുക്കുന്നു. എയും ബിയും സിയും നമ്മൾ എഴുതി, സിനാപ്റ്റിക് നോബ്. അതുപോലെ എന്ത് ചെയ്യുന്നു, നാഡീയ പ്രേഷകം സ്രവിക്കുകയാണ് ചെയ്യുന്നത്. ഡെൻഡ്രൈറ്റ് തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക് സിഗ്നലിനെ സ്വീകരിക്കുന്നു, റിസീവ് ചെയ്യുന്നു. സി ക്വസ്റ്റ്യന് ചോദിച്ചത് എന്താണ്, ആ കെമിക്കലിന് നമ്മളൊരു പേര് വിളിക്കും, അതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നാഡീയ പ്രേഷകം. അതിന് എക്സാമ്പിൾസ്, ഉദാഹരണം ഏതൊക്കെയാണ്, അസറ്റൈൽ കൊളൈൻ ഉണ്ട്, ഡോപ്പമിൻ ഉണ്ട്. അപ്പം ഇത്രയും എഴുതിയാലാണ് 4 മാർക്ക് കിട്ടുക. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചോദ്യം വായിക്കണം. ചിലത് അവിടെ ഇവിടെ മിസ്സാവരുത്. ഫംഗ്ഷൻ എഴുതാൻ ചോദിച്ചാൽ ഫംഗ്ഷൻ എഴുതണം, ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിച്ചാൽ ഭാഗങ്ങൾ അടയാളപ്പെടുത്തണം. അപ്പോൾ അത് മറന്നു പോകരുത് കേട്ടോ. അടുത്തത് നോക്കാം ക്വസ്റ്റ്യൻ. അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ റിലേറ്റഡ് ടു നെർവസ് സിസ്റ്റം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ക്രേനിയൽ നെർവ്, സ്പൈനൽ നെർവ് തന്നിട്ടുണ്ട് അല്ലേ. ക്രേനിയൽ നെർവ്, സ്പൈനൽ നെർവ് എന്ന് പറയുന്നത് ഭാഗം എന്ന് പറയുന്നത് എക്സ് എന്ന് തന്നിട്ടുണ്ട്. എക്സ്, വൈ, ഇവിടെ വൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും എന്താ മക്കളെ, എക്സ് എന്ന് പറയുന്നത് ഓട്ടോണമസ് നെർവസ് സിസ്റ്റമാണ്. ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗം യെസ്, എക്സ് എന്ന് പറയുന്നത് എന്താണ്, പെരീഫറൽ. മാറിപ്പോയി, ഇവിടെ എക്സ് ഇവിടെ വൈ ആട്ടോ. യെസ്, ഓക്കെ, ഇത് എക്സും ഇത് വൈ, അതാണ് ഞാനും നോക്കിയത്. ഓക്കെ, അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണെന്ത്, ക്രേനിയൽ നെർവ്, സ്പൈനൽ നെർവ്. നമ്മൾ പഠിക്കുന്ന ശിരോനാഡികളും അതുപോലെ തന്നെ നമ്മുടെ സുഷുമ്ന നാഡികളും എന്താണ്, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ, പെരിഫറൽ നാഡി വ്യവസ്ഥയുടെ ഭാഗമാണ്. അതിൻ്റെ മറ്റൊരു ഭാഗമാണെന്ത്, വൈ എന്ന് പറയുന്ന ഓട്ടോണമസ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്വതന്ത്ര നാഡി വ്യവസ്ഥ. ഈ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയിൽ വരുന്ന 2 എണ്ണമാണെന്ത്, സിമ്പത്തറ്റിക് വ്യവസ്ഥയും സെഡ് എന്ന് പറയുന്നത് എന്താണ്, പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും. പാരാസിമ്പത്തറ്റിക് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ.
അപ്പോൾ ഇവിടെ എക്സും വൈയും എഴുതാനാണ് പറഞ്ഞത്. എക്സും വൈയും മാത്രം എഴുതുക. എക്സ് പെരിഫറൽ നെർവസ് സിസ്റ്റവും വൈ എന്താണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ ഓട്ടോണമസ് നെർവസ് സിസ്റ്റവുമാണ്. ഇവിടെ ഒന്ന് കൊടുത്തിട്ടുള്ളതിൽ കരൾ താഴെ സൂചിപ്പിച്ചിരിക്കുന്ന അവയവങ്ങളിൽ സെഡ് എന്ന് സൂചിപ്പിച്ച നാഡീവ്യവസ്ഥയുടെ ഒരു പ്രവർത്തനം എഴുതാം. സെഡ് എന്ന് പറയുന്നത് എന്താണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയാണ്. അവിടെ കരളിൽ എന്ത് മാറ്റമാണ് ആ സമയത്ത് വരുന്നതെന്നാണ് ചോദ്യം. അതായത് ലിവറിലും ട്രക്കിയയിലും. പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു? ലിവറിൽ എന്ത് ചെയ്യുന്നു? തിരിച്ച് ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? തിരിച്ച് ഗ്ലൈക്കോജൻ ആയിട്ട് മാറുകയാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ അല്ലേ. അപ്പം ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നതല്ല, ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? ഗ്ലൈക്കോജൻ ആയിട്ട് മാറുന്നു. ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ ആയിട്ട് മാറുന്നു. അതേപോലെ തന്നെ അവിടെ എന്ത് ചെയ്യുന്നു? ശ്വാസകാലം ചുരുങ്ങുന്നു. ട്രക്കിയ എന്ത് ചെയ്യുന്നു? ട്രക്കിയ എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു അല്ലേ. ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ ആയിട്ട് മാറുന്നു അല്ലേ. അവിടെ നേരെ തിരിച്ചായിരുന്നു സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ. തിരിച്ച് ഗ്ലൂക്കോസ് എന്തായി? ഗ്ലൈക്കോജൻ ആയിട്ട് മാറുകയാണ്. കാരണം എനർജിയൊക്കെ ലോ ഡൗൺ ആയി കഴിയുന്നു. അപ്പം ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? ഗ്ലൈക്കോജൻ ആയിട്ട് മാറുകയാണ് ഇവിടെ നടക്കുന്നത് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ. ട്രക്കി അവിടെ കോൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശ്വാസനാളം എന്ത് ചെയ്യുന്നു? ചുരുങ്ങുവാണ് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ഈ ഒരു ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിലെ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മറന്നു പോകരുത്, മാറിപ്പോകരുത്. ഇവിടെ മിസ് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? ഗ്ലൈക്കോജനായിട്ട് മാറുന്നു. ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നു? ഗ്ലൈക്കോജനായിട്ട് മാറുന്നു. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷത്തെ ഓണപരീക്ഷയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ ഫിഗർ വിച്ച് ഇൻഡിക്കേറ്റ് ദ ചേഞ്ച് ഇൻ ലെൻസ് വൈൽ വ്യൂയിങ് നിയർ ബൈ ഒബ്ജക്റ്റ്. അടുത്തുള്ള ഒരു വസ്തു നമ്മൾ കാണുന്നു. നിയർ ബൈ ഒബ്ജക്റ്റ് നമ്മൾ കാണുകയാണ്. നിയർ ബൈ ഒബ്ജക്റ്റ് നമ്മൾ കാണുന്ന സമയത്ത് ഏത് ചിത്രമാണ് ഇതിൽ ബന്ധപ്പെട്ടതെന്നാണ്? ഏത് ചിത്രമാണ്? ബി ആണ് അല്ലേ. കാരണം അവിടെ എന്ത് ചെയ്യുന്നു? ലെൻസിൻ്റെ കർവേച്ചർ കൂടുന്നു അല്ലേ. കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസസ്. കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസസ്. വക്രത കൂടുന്നു. വക്രത കൂടുന്നത് അടുത്തുള്ള ഒബ്ജക്റ്റ് കാണുമ്പോൾ, നിയർ ബൈ ഒബ്ജക്റ്റ് കാണുമ്പോഴാണ്. അടുത്തത് വീണ്ടും ഡയഗ്രാമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ഐൻ്റെ ചിത്രം വരാറുള്ളതാണ്. റീഡ്രോ ദ ഡയഗ്രാം, ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിം ആൻഡ് ഫങ്ഷൻസ് ഓഫ് ലേബിൾഡ് പാർട്സ്. ഒന്ന് എന്ന് പറയുന്നത് ഏതാ മക്കളെ? നമ്മുടെ കോർണിയയാണ്. രണ്ട് നമ്മുടെ സ്ക്ലീറ ദൃഢപടലമാണ്. മൂന്ന് എന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റിക് നെർവ് നേത്രനാഡിയാണ്. അതിൽ കോർണിയ എന്താ ചെയ്യുന്നത്? ട്രാൻസ്പെറൻറ്റ് പാർട്ടാണ്. ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്യുന്നു. പ്രകാശത്തെ കടത്തിവിടുന്നത് കോർണിയയാണ്. അതുപോലെ സ്ക്ലീറ ദൃഢപടലം എന്ത് ചെയ്യുന്നു? ഗിവ് ഫേംനെസ് ടു ദ ഐ, കണ്ണിന് ദൃഢത നൽകുന്നു. ഒപ്റ്റിക് നെർവ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ടു ദ ബ്രെയിൻ ആണ്. ആ വേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഒപ്റ്റിക് നെർവാണ്. ക്ലിയർ ആയോ മക്കളെ? ഇത് കണ്ണിൻ്റെ ഭാഗം ഇതേപോലെ ചോദിക്കും 4 മാർക്കിന്. അതിൻ്റെ ഫങ്ഷൻസും ധർമ്മങ്ങളും എഴുതാൻ ചോദിക്കുന്നതാണ്. അടുത്തത് അവസാനത്തെ മറ്റൊരു ചിത്രം കൂടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. എക്സും വൈയും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് എക്സ്. ഇതേപോലെ എക്സ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഓഡിറ്ററി നെർവാണ്. ഓഡിറ്ററി നെർവ് അല്ലെങ്കിൽ ശ്രവണ നാഡി എന്ന് പറയാം. ശ്രവണ നാഡി. വൈ എന്ന് പറയുന്നത് എന്താണ്? കോക്ലിയയാണ്. വൈ എന്ന് പറയുന്നത് എന്താണ്? കോക്ലിയയാണ്. റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് എക്സ് എന്നാണ് ചോദിച്ചത്. എക്സിൻ്റെ ഫങ്ഷൻ എന്താണ്? ട്രാൻസ്മിറ്റ് സിഗ്നൽസ് ടു ബ്രെയിൻ അല്ലേ. അവിടെ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് ആവേഗങ്ങളെ കൊണ്ടുപോകുന്നു. അപ്പം ശബ്ദം മൂലം ഉണ്ടായ ഇമ്പൾസ്, അവിടെ സൗണ്ട് കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഇമ്പൾസിനെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നത് ഓഡിറ്ററി നെർവാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? മേക്ക് ഹിയറിംഗ് അല്ല. ഇതുകൊണ്ടാണ് നമുക്ക് കേൾവി സാധ്യമാകുന്നത്. അപ്പം ഇത്രയും ഫിഗേഴ്സുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 40-ൽ 40 മാർക്ക് ബയോളജിക്ക് പക്ക സെറ്റാക്കിയിരിക്കും. ഉറപ്പിച്ച് മേടിക്കുമെന്ന് കോൺഫിഡൻസ് ഉള്ള എല്ലാ മക്കളും എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും വേണ്ടി ഇനിയും മിസ് അടിപൊളി വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇനിയും കൂടുതൽ ചോദ്യങ്ങളും ഡയഗ്രാംസ് ഒക്കെ വേണ്ടിയിട്ട് കാത്തിരിക്കുക. ബയോളജി പക്ക സെറ്റ് ആക്കിയിരിക്കും. See you soon in the next video and bye bye.